നീയല്ലാതെ പിന്നെ വേറെ ആരും ഇങ്ങനൊന്നും ചെയ്യില്ല. സ്വന്തം വീടാണെന്നുള്ള അഹങ്കാരം അവർക്ക്. അതുകൊണ്ടാ ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നത്. എന്നെ പറഞ്ഞ ഇവിടെയുള്ള അടവാങ്ങില്ലേ അത് കൈ വെച്ചിരുന്നാ മതി. എന്റെ അമ്മയും മുത്തശ്ശിയൊക്കെ ഉള്ള ഈ വീട്ടിൽ നിന്ന് അവരെ തനിച്ചാക്കി ഞാൻ എങ്ങോട്ടും പോത്തില്ല. കഴിഞ്ഞോ? അട്ടഹാസവും ബഹളവും ഒക്കെ കഴിഞ്ഞോ? എന്നാ കേട്ടോ, ഞാനല്ല അത് ചെയ്തത്. ആണെങ്കിൽ ആണെന്ന് പറയാൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ വീട്, ഈ വീട് എന്റെ പേര് തന്നെ. ഇവിടുന്ന് നിന്നെ ഒഴിപ്പിക്കാൻ ഇതുപോലുള്ള മൂന്നാംകിട പണിയൊന്നും ചെയ്യേണ്ട ആവശ്യം എനിക്കില്ല. അന്തസ്സോടെ തല ഉയർത്തിപ്പിടിച്ച് കഴുത്തിന് പിടിച്ച് പുറത്താക്കാൻ എനിക്കൊരു മടിയുമില്ല, പേടിയുമില്ല. ചെയ്യാത്തത് ഇവരത് കണ്ട് വിഷമിക്കുന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാ. ചിലപ്പോ നിന്റെ കൂടെ ഇവരും ഇറങ്ങും എന്നുള്ള സംശയമുള്ളതുകൊണ്ടാ. എത്രയൊക്കെ വന്നാലും എന്റെ ഭർത്താവിന്റെ അമ്മയും മുത്തശ്ശിയാണല്ലോ ഇവര്. നിന്നെക്കാളും അടുപ്പം എനിക്കിവരോടുണ്ട്. അതുകൊണ്ട് വേറെ ആരെങ്കിലും ചെയ്ത കുറ്റം എടുത്ത് എന്റെ തലയിൽ ചാർത്താൻ നിൽക്കണ്ട. ഞാനല്ല. വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാം, അതൊക്കെ അവരവരുടെ സൗകര്യം. നീ അല്ലെങ്കിൽ പിന്നെ ആരാ ഇത് ചെയ്തത്? അതിവൻ കണ്ടുപിടിക്കട്ടെ, അതെന്റെ ജോലിയൊന്നും അല്ലല്ലോ. പിന്നെ ഞാൻ ഇന്ന് ആ ഭാഗത്തേക്ക് പോയിട്ടേ ഇല്ല. ദേവികെ, സത്യം പറ, നീയാണോ ഇവന്റെ മുറി കയറി സാധനങ്ങൾ വലിച്ചു വരിയിട്ടത്? ഇല്ലാന്ന് പറഞ്ഞില്ല അമ്മേ. അപ്പൊ പിന്നെ ആരാ? എനിക്കെങ്ങനെ അറിയാം? എന്നാ അതൊന്ന് കണ്ടുപിടിക്കണമല്ലോ ശരത്തെ. ഈ വീട്ടില് പ്രേതമുണ്ടോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ? ചിലപ്പോ കാണും അമ്മേ. ചില ആത്മാക്കള് അത്ര പെട്ടെന്നൊന്നും ഭൂമി വിട്ട് പോവാറില്ലെന്നാ പറയാറ്. നിത്യയുടെ ആത്മാവ് ഇവിടെ തന്നെ ഉണ്ടെങ്കിലോ? ഏയ്, അവളൊരിക്കലും ഇങ്ങനൊന്നും ചെയ്യില്ല. എന്ന് മുത്തശ്ശിക്ക് എങ്ങനെ അറിയാം? നീ സൂക്ഷിച്ചോ. ഞാൻ മാത്രമല്ല, ആത്മാക്കൾ നിന്റെ പുറകെ ഉണ്ട്.